ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്ന പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അലോവേര ജെൽ മേക്കിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ കടയിൽ നിന്നൊക്കെയാണ് പൊതുവേ ഞാൻ അലോവേര ജെൽ വാങ്ങിക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ് വാങ്ങിക്കണം. പക്ഷേ ആരും അങ്ങനെ വീട്ടിലുണ്ടാക്കി ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പണ്ടൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്, എന്തൊക്കെ ചേർക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് വീട്ടിലാണെങ്കിൽ ഇതൊക്കെയാണ് ചേർക്കുന്നത്, ഇന്നതാണ് ചേർക്കുന്നതെന്ന് വിചാരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കുകയാണ് അലോവേര ജെൽ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ചിലതൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, ചില ഭാഗമൊക്കെ വീഡിയോയുടെ, ബാക്കിയെല്ലാം കാണിച്ചു തരാം. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ എടുക്കാൻ. അമ്മ കിടക്കുമായിരുന്നു, വയ്യാന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് 2 അലോവേരയുടെ ലീഫാണ്. ഞാനൊരു ബ്ലേഡും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. നിങ്ങൾ കാണുന്നില്ലേ? ഈ അലോവേര ലീഫ് നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ, സമയമില്ലായിരുന്നു അതിൻ്റെ എടുക്കാൻ. നന്നായിട്ട് കട്ട് ചെയ്ത് ഇത്രയും അലോവേരയാണ് കിട്ടിയിട്ടുള്ളത്. അതിനി ജ്യൂസാക്കി പിഴിഞ്ഞെടുക്കണം. നിങ്ങൾ കാണുന്നില്ലേ? ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഗൈസ്, ഇതിനി നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം. ഇത് ഞാൻ മുമ്പേ ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യണതിൻ്റെ വീഡിയോ ഇനിയേ എടുക്കുകയുള്ളൂ. ആദ്യം നമുക്കൊരു പാത്രത്തിൽ ഒരു ചെറിയ കിണ്ണത്തിൽ കുറച്ച് ഗ്ലിസറിൻ എടുത്ത് വയ്ക്കാം. ഗ്ലിസറിൻ ഇട്ടാൽ മാത്രമേ അത് ശരിയാവൂ. പിന്നെ ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം നമ്മുടെ ഇത് കുറച്ച് ഇതാക്കണം. ഗ്ലിസറിൻ വീത്തി വെച്ചതിലേക്ക് നമ്മുടെ സാൻഡങ്കം ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യണം. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വെച്ച നമ്മുടെ അലോവേര ജെല്ല്, ഡബിൾ ബോയിലിംഗ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച അലോവേര ജെല്ല് അത് ആറാനായിട്ട് വെക്കണം, തണുക്കാനായിട്ട് വെക്കണം. അതാണ് ആറാനെന്ന് ഉദ്ദേശിച്ചത്. ഒരുവിധം നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സാൻഡങ്കമ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എൻ്റേത് കുറച്ച് കട്ടിയായിപ്പോയി. ഞാൻ സാൻഡങ്കമ്പ് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു ഇട്ടത്. കാരണം എൻ്റെ മെഷർമെൻറ്റിന് വെയ്റ്റിംഗ് മെഷീനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഗൈസ്, ഇത് നമുക്കൊരു കവർ വെച്ച് കെട്ടി വയ്ക്കണം. ക്ലിംഫിലുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ, ക്ലിംഫിൽ വെച്ച് കെട്ടാൻ. എൻ്റെ ക്ലിംഫിൽ ഇല്ലാത്തതുകൊണ്ട് കവർ വെച്ച് കിട്ടണം. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രിസർവേറ്റീവ് യൂസ് ചെയ്യണം. ഞാൻ ഫിനോക്സി എത്തനോളാണ് യൂസ് ചെയ്യുന്നത്. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കെട്ടി വയ്ക്കണം. ഇതിൻ്റെ ബാക്കി ഷോർട്സ് ആക്കി നാളെ ഇട്ടുതരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. റിസൾട്ട് എന്താണെന്ന് നാളത്തെ ഷോർട്സിൽ കാണിച്ചു തരാം. അപ്പോൾ ഹോം മെയ്ഡ് അലോവേര ജെൽ, ഫുൾ ഹോം മെയ്ഡെന്ന് പറയാൻ പറ്റില്ല കാരണം പ്രിസർവേറ്റീവും ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഹോം മെയ്ഡെന്ന് പറയാം. അപ്പോൾ ബൈ.